എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറിന്റെ പവറിൽ അതിൽ നമ്മുടെ ലൂഫി എവിടെയെങ്കിലും ഇടിച്ചു വീഴുമെന്ന് നോക്കിയാൽ അങ്ങനെ സംഭവിക്കില്ല. നമ്മുടെ ഹൈറുദ്ദീൻ അവനെ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യും. ഹൈറുദ്ദീൻ ആണെങ്കിൽ ലൂഫി അവന്റെ കയ്യിൽ ഇറുക്കി പിടിക്കും. കാരണം ഇനി അവനെ തുറന്നു വിട്ട മിക്കവാറും വീണ്ടും അവൻ നേവി ഓഫീസറുമായിട്ട് ഫൈറ്റ് ഉണ്ടാകും. അങ്ങനെ നടന്ന അത് വലിയ കുഴപ്പമാണ്. സോ എത്രയും വേഗം ഇവനെ കപ്പലിൽ കൊണ്ടുപോയി വിടണമെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ അവനെ തൂക്കിയെടുത്ത് കപ്പലിന്റെ അടുത്തേക്ക് പോകും. അത് കണ്ട സോറോ ആണെങ്കിൽ അവന്റെ സ്ക്വാഡൊക്കെ എടുത്ത് ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. ഇതാണ് എന്റെ അവസരം, ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു എന്ന് പറഞ്ഞ് അവൻ ഫൈറ്റ് ചെയ്യാനായിട്ട് ഓടുകയാണ്. അത് കണ്ട പച്ചത്തലയനാണെങ്കിൽ ഓരോടെ കാലിൽ വീണ് കെഞ്ചും, ദയവ് ചെയ്ത് ഇനിയും പ്രശ്നം ഉണ്ടാക്കരുത്, നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം, അല്ലെങ്കിൽ വലിയ അപകടമാണ്. കട്ട് ചെയ്ത നമ്മുടെ ഉസോപ്പ് അവനാണെങ്കിൽ ആർലൂപ്പസിനോട് ചോദിക്കും, നീയല്ലേ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും പോകാനുള്ള കപ്പല് നീ റെഡിയാക്കിയെന്ന്, ആ കപ്പലില് ഇത്ര ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ? അത് കേട്ട ആളാണെങ്കിൽ ഇപ്പൊ സിമ്പിളായി ദൂരേക്ക് കൈ ചൂണ്ടും. ഉസോപ്പ് അവിടേക്ക് നോക്കും. ഒന്നിനു പകരം ഒരുപാട് കപ്പലുകൾ ഒന്നിനോടൊന്ന് ചേർത്ത് അങ്ങനെ സൈഡ് വൈസ് നിർത്തിയിട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല അതിന്റെ അപ്പുറത്ത് അതിലും വലിയ ജയന്റ് കപ്പൽസ് ഉണ്ട്. അതിലേക്ക് കയറാൻ കടലിലൂടെ തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ബ്രിഡ്ജും ഉണ്ട്. ഉസോപ്പിനാണെങ്കിൽ അത് കണ്ട് ഡബിൾ സന്തോഷാവും. അതേസമയം ലൂഫി ആണെങ്കിൽ എന്നെ വിട്, കൈയെടുക്ക് എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയാണ്. ഹൈറുദ്ദീൻ പറയും, നിന്റെ ആവേശവും മാനസികാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അതൊക്കെ കാണിക്കാൻ പറ്റിയ സമയമല്ല ഇപ്പോ. ആദ്യം നമുക്ക് നമ്മുടെ തടി രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ കപ്പലിന്റെ അടുത്തേക്ക് ഓടുകയാണ്. ഇവിടെ സോറോയും ഫൈറ്റൊക്കെ നിർത്തി കപ്പലിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അത് കണ്ട ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആളാണെങ്കിൽ ഒരു വമ്പം പുച്ഛഭാവത്തോടു കൂടെ നമ്മുടെ ആൾക്കാരോട് പറയും, എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനാണ് ഇതെല്ലാം ചെയ്തതെന്ന്, പക്ഷെ ഞാൻ ഉള്ളിടത്തോളം കാലം അത് ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ സ്കൈയിൽ സ്റ്റക്കാക്കി നിർത്തിയ ആ ബിൽഡിങ്സുകളെല്ലാം ഇപ്പൊ കപ്പലിന്റെ അടുത്തേക്ക് അങ്ങനെ നീക്കി കൊണ്ടുവരാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ അതുകൊണ്ട് പേടിക്കുകയാണ്. അവരാണെങ്കിൽ സ്പീഡിൽ ഓടി എങ്ങനെയെങ്കിലും കപ്പലിൽ കയറി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ഇവിടെ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആൾ ഓൾറെഡി ആ ബിൽഡിങ്ങുകളെല്ലാം അവരുടെ തലയ്ക്ക് മുകളിൽ കൊണ്ടുവന്ന് കഴിഞ്ഞു. ആളാണെങ്കിൽ ആളുടെ പവർ ഉപയോഗിച്ച് ആ ബിൽഡിങ് അതങ്ങനെ തവിട് പൊടിയാക്കും. ഇനി ഗ്രാവിറ്റി പവർ ഉപയോഗിച്ച് അത് കപ്പലിന്റെയും ആൾക്കാരുടെയും ദേഹത്ത് ആഞ്ഞടിപ്പിച്ചാൽ മതി. അടുത്ത സെക്കൻഡ് അവരുടെ കഥ കഴിയും. ഇവിടെ കിങ്ങും ആങ്കറും ലാൻഡിലുള്ള എല്ലാവരും ആകാംക്ഷയോട് കൂടെ ആ നിമിഷം അതങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവരുടെ ഉള്ളിൽ പേടി കൂടി വരും. ബ്ലൈൻഡ് നേവി ഓഫീസർ ആണെങ്കിൽ ഫുൾ കോൺഫിഡൻസിലാണ്. തീർച്ചയായിട്ടും എന്റെ ഈ പവറിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ല. ഇൻ കേസ് നീ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാലും ആ 4 എംപറേഴ്സ് അവർ തീർച്ചയായിട്ടും ലൂഫി നിന്നെ വെറുതെ വിടില്ല. അവർക്ക് ഏറ്റവും ആവശ്യമുള്ള അവരുടെ ജോക്കർ അല്ലെങ്കിൽ ഡോഫ്ലമിംഗോ അവനെയാണ് നീ ഇല്ലാതാക്കിയത്. സോ തീർച്ചയായിട്ടും അവർ നിനക്കെതിരെ തിരിയും. എന്റെ ജീവിതം അത് കൂടുതൽ നരകതുല്യാവാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ഇപ്പൊ റൗണ്ട് പോലെ ആക്കിയിരിക്കുന്ന ബിൽഡിംഗ് പീസുകളെല്ലാം തന്നെ അങ്ങനെ പരത്തി കൊണ്ടുവരാണ്. കപ്പലുകൾക്കെല്ലാം മുകളിലായിട്ട് അങ്ങനെ പരവതാനി വിരിച്ചതുപോലെ അങ്ങനെ സെറ്റ് ചെയ്യും. ഉസോപ്പ് ആണെങ്കിൽ അത് കണ്ട് ഉച്ചത്തിൽ നിലവിളിച്ച് ഓടുകയാണ്. ആക്ച്വലി നമ്മുടെ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആള് തന്നെയാണ് ആളുടെ കണ്ണ് രണ്ടും കുത്തി പൊട്ടിച്ച് ബ്ലൈൻഡ് ആക്കി മാറ്റിയത്. ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അത് കാണാനും സഹിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് അപ്രകാരം ചെയ്തത്. ബ്ലൈൻഡ് മാൻ ആണെങ്കിൽ അടുത്ത നിമിഷം ആളുടെ ഗ്രാവിറ്റി പവർ അത് അതിനുമേൽ ഉപയോഗിക്കുകയാണ്. അതെല്ലാം തന്നെ വമ്പ ഫോഴ്സിൽ താഴേക്ക് വീഴുന്ന അടുത്ത നിമിഷം ജനങ്ങൾ ഓടി വരികയാണ്. അവരുടെ ധാരണയിൽ റബേക്കയെ ലൂഫി തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് എന്നാണ്. ജനങ്ങൾ ഓടി വരുന്ന ശബ്ദം കേൾക്കേണ്ട താമസം നമ്മുടെ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആളുടെ പവർ അതിനെ ഫ്രീസ് ചെയ്യും. ബ്ലൈൻഡ് മാൻ ഇപ്പൊ ജനങ്ങളെ പറഞ്ഞ് സമാധാനിപ്പിക്കും, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ അവരെ അറ്റാക്ക് ചെയ്യുന്നില്ല. പ്രിൻസസിനെ സേഫ് ആയിട്ട് ഇവിടേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമേ ഞാൻ അവരെ അറ്റാക്ക് ചെയ്യൂന്ന് പറയും. പക്ഷെ അതിനവർ തറപ്പിച്ചു പറയും, ഞങ്ങളുടെ പ്രിൻസസിനെ രക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ദേവിയുടെ സഹായമൊന്നും ഇതിനാവശ്യമില്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരും കപ്പലിന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കുകയാണ്. ഇവിടെ നമ്മുടെ ഉസോപ്പ് കല്ല് വീഴുന്ന പേടിച്ച് തലയിൽ കൈയൊക്കെ വെച്ച് അങ്ങനെ കുനിഞ്ഞു നിൽക്കുകയാണ്. ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആണെങ്കിൽ ഇപ്പൊ മൊത്തത്തിൽ പെട്ടു നിൽക്കും. ആൾക്കാണെങ്കിൽ ആളുടെ പവർ ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം പവർ ഉപയോഗിച്ച നിരപരാധികളായിട്ടുള്ള ഒരുപാട് ജനങ്ങൾ അവിടെ മരിച്ചു വീഴും. ആളങ്ങനെ ആളുടെ പവർ ഫ്രീസ് ചെയ്ത് വെക്കും. ഇങ്ങും വയലറ്റും ആണെങ്കിൽ വണ്ടർ അടിച്ച് ആ കാഴ്ച നോക്കി നിൽക്കും. ഇവിടെ ലൂഫി ആണെങ്കിൽ ഒരു വിധത്തില് ഇപ്പോ ഹൈറുദ്ദീന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ആളുടെ തോളത്ത് കയറി നിന്ന് ആ ജനങ്ങളെ എല്ലാം നോക്കുകയാണ്. എങ്ങനെ ഒരു വമ്പൻ ട്വിസ്റ്റ് അതവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ലൂഫി ആണെങ്കിൽ ആ ഓടി വരുന്നവരുടെ ഫേസ് അത് കറക്റ്റ് ആയിട്ടോ ചെക്ക് ചെയ്യും. ആക്ച്വലി അവർ നിലവിളിക്കുന്നത് ലൂഫി നിന്നെ വെറുതെ വിടില്ല, നിന്നെ ഇടിക്കും, കൊല്ലും എന്നൊക്കെയാണ്. പക്ഷെ അവരുടെ മുഖത്താണെങ്കിൽ ഭയങ്കര സന്തോഷവും ചിരിയും ഒക്കെയാണ്. ഇവിടെ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ
ഓഫീസർ ആളും ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവും. കാരണം ആളി ഐലാൻഡിലേക്ക് വരുമ്പോൾ പുറത്ത് ചിരിച്ചുകൊണ്ട് ഉള്ളിൽ ഒരുപാട് വിഷമിക്കുന്ന മനുഷ്യരെയാണ് അദ്ദേഹത്തിന് കണ്ടെത്താനായത്. പക്ഷേ ഇപ്പൊ പുറത്ത് വിഷമിച്ച് മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷിക്കുന്ന ജനങ്ങളെയാണ് ആൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ സത്യത്തിൽ എന്താ സംഭവിക്കണേ? എനിക്ക് വട്ടായതാണോ അതോ ഇവിടെയുള്ള നാട്ടുകാർക്ക് വട്ടായതാണോ ചിന്തിച്ച് ആളാണെങ്കിൽ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ജനങ്ങളിൽ പലർക്കും അറിയാം റബേക്ക ഉള്ളത് അവളുടെ പപ്പ കൈറോസിന്റെ കൂടെയാണെന്ന്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അച്ഛനും മകളും ഇന്നാണ് ഒന്നിക്കുന്നത്. മകള് അച്ഛനെ തിരിച്ചറിയുന്ന ആ സുദിനം അവൾക്കൊരു ആയുസിന്റെ സ്നേഹം മുഴുവൻ കൊടുക്കാനാണ് റബേക്കയെ ഇപ്പോ അവളുടെ അച്ഛൻ കൈറോസ് ആള് കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ലിറ്റിൽ പീപ്പിൾസ് അവര് ദേവതമാരല്ല എന്നും അവരെ പോലെ തന്നെ മനുഷ്യരാണെന്നും ഒരുപാട് പവർ ഉണ്ടെന്നൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സോ അവരുടെ കൂടെ ലിറ്റിൽ പീപ്പിളിനും എല്ലാവരുടെയും മുൻപിൽ അഭിമാനത്തോടുകൂടെ ജീവിക്കാം. അപ്പോഴായിരിക്കും മറ്റൊരു ട്വിസ്റ്റ്. അവിടെയുള്ള കുറച്ച് ജനങ്ങൾക്കല്ല, എല്ലാ ജനങ്ങൾക്കും ലിറ്റിൽ പീപ്പിൾസിനും ഇപ്പൊ നന്നായിട്ട് അറിയാം റബേക്ക കൈറോസിന്റെ കൂടെയാണെന്ന്, കൈറോസിന്റെ മകളാണ് റബേക്ക എന്ന്. അതുമാത്രമല്ല, തങ്ങളുടെ ജീവനും ജീവിതവും തിരികെ തന്ന ലൂഫിക്ക് നന്ദി പറയാനും ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറിന്റെ അറ്റാക്കിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താനുമാണ് ജനങ്ങളെല്ലാം ബോധപൂർവം ഇങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തിയത്. അതിപ്പോ നമ്മുടെ ആങ്കർ വിളിച്ചു പറയാണ്. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ അവരെ നോക്കി ചിരിക്കും. ജനങ്ങൾ ലൂഫിയുടെ പേര് വിളിച്ചും കൈവീശി കാണിച്ചും അവരുടെ സന്തോഷവും ആനന്ദവും ആഹ്ലാദവും എല്ലാം അറിയിക്കുകയാണ്. ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറിനാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആളങ്ങനെ തല താഴ്ത്തി നിൽക്കും. ലൂഫി അവന്റെ നന്മ കൊണ്ടും വീണ്ടും ഈ രാജ്യത്തിലുള്ള എല്ലാവരെയും പ്രീതിപ്പെടുത്തി അവന് രക്ഷപ്പെടാനുള്ള വഴി അത് താനെ തെളിഞ്ഞു വന്നു എന്ന ആൾക്ക് പിടികിട്ടും. സത്യത്തിൽ എനിക്കിപ്പോ നിന്നോട് ഒരുപാട് ബഹുമാനം തോന്നുന്നു. ആദ്യമായിട്ട് കാഴ്ച നഷ്ടപ്പെട്ടതിൽ എനിക്ക് റിഗ്രറ്റ് തോന്നുന്നു. നിന്നെ കാണാനും നിന്നെ ചേർത്ത് പിടിക്കാനും എന്റെ മനസ്സ് മന്ത്രിക്കുന്നു പറഞ്ഞ് ആളാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ തന്നെ നോക്കും. ഈ സമയം ഇവിടെ വൈസ് അഡ്മിറൽ ആളാണെങ്കിൽ ടെൻഷനായിട്ട് നേവി ഓഫീസറിനോട്, സാർ നിങ്ങളിത് കാണുന്നില്ലേ, അവർ രക്ഷപ്പെട്ടു പോവാണ്, എത്രയും വേഗം അവർ അറ്റാക്ക് ചെയ്യ്. നിങ്ങൾ പറഞ്ഞത് പ്രകാരം അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സിനെ എല്ലാവരെയും ഞാൻ തിരികെ വിളിച്ചോന്ന് പറയും. ഇവിടെ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആളാണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും കൊടുക്കാതെ നമ്മുടെ ആൾക്കാരെ തന്നെ നോക്കി നിൽക്കും. ഇതാ ഇവിടെ ലൂഫിയും ഉസോപ്പും അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഒരു കപ്പല് കണ്ട് വണ്ടറടിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്ക് പോകാനുള്ള ഒരു VIP കപ്പല്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കപ്പല് അവർ ഇതുവരെ എവിടെ വെച്ചും കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു അടിപൊളി ലക്ഷറി കപ്പല് കാണുന്നത്. അവരതിന്റെ ഓരോ മുക്കും മൂലയും അങ്ങനെ നോക്കിക്കണ്ട് ആസ്വദിക്കും. ഹൈറുദ്ദീൻ ആണെങ്കിൽ ഇപ്പൊ ലൂഫിയോടും ഉസോപ്പിനോടും പറയും, ആക്ച്വലി ഞങ്ങൾക്കൊരു വലിയ ബറ്റാലിയൻ ടീമുണ്ട്, ജയൻസിന്റെ ഒരു പൈററ്റ് ടീം. നിങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് ട്രെയിനിങ്ങും പ്രാക്ടീസും ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് ഈ ലോകത്തെ തന്നെ ഞെട്ടിക്കുമെന്ന് പറയും. അപ്പോഴായിരിക്കും നമ്മുടെ കുഞ്ഞൻ ലിയോയും അവന്റെ ഫ്രണ്ട് കപ്പും അവർ രണ്ടുപേരും നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് ഓടി വന്ന് പറയും, ഞങ്ങളെയും നിങ്ങളുടെ ടീമിൽ കൂട്ടുവോ, ഇവിടുന്ന് വിട്ടുപോകാനും നിങ്ങളുടെ ടീമിൽ ചേരാനും ഞങ്ങളുടെ നേതാവ് ഞങ്ങൾക്ക് പെർമിഷൻ തന്നു കഴിഞ്ഞു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്നവർ ഓരോരുത്തരായിട്ട് ഇപ്പൊ ലൂഫിയോട് ഞങ്ങളും നിന്റെ കൂടെ വന്നോട്ടെ, നിന്റെ ടീമില് ഞങ്ങളെയും കൂടെ ചേർക്കുമെന്ന് ചോദിച്ച് അവരെല്ലാവരും അവരുടെ ഡീറ്റെയിൽസ് അതൊന്നൊന്നായിട്ട് ലൂഫിയുടെ അടുത്ത് പറയുകയാണ്. എല്ലാവരും ഇപ്പോ ലൂഫിയോട് റിക്വസ്റ്റ് ചെയ്യും, ഞങ്ങളുടെ എല്ലാവരുടെ അണ്ടറിൽ ഒരുപാട് അസിസ്റ്റൻസ് ഉണ്ട്, ഫാദർ ആൻഡ് സൺ അല്ലെങ്കിൽ തലയും വാലും എന്നുള്ള രീതിയിൽ നിന്റെ അസിസ്റ്റൻസ് ആയിട്ട് ഞങ്ങൾ മെയിൻ 7 ആൾക്കാർ നിന്റെ ടീമിൽ ചേർക്കാനായിട്ട് നീ ഞങ്ങൾക്ക് അനുമതി തരണം. അത് ഞങ്ങളുടെ ഒരാവശ്യവും അപേക്ഷയുമാണ്. ഇനി മുതൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതെല്ലാം തന്നെ നിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരമായിരിക്കും. നീയാണ് ഞങ്ങളുടെ തല എന്ന് പറഞ്ഞ് അവര് ലൂഫിയുടെ മുൻപിൽ അങ്ങനെ അറ്റൻഷനായി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.